ചെന്നൈ സൂപ്പർ കിങ്സ് ടാറ്റ ബൈ ബൈ സി യു. അടുത്ത സീസണിൽ കാണാം. പൊരുതി തോറ്റ പോട്ടെന്ന് വെക്കും, തൂറിത്തോറ്റ് കഴിഞ്ഞാൽ എന്തോട്ട് വെക്കാനാണ്. തൂറിത്തോക്കലിന് വരെ നാണക്കേട്. മസ്റ്റ് വിൻ കളിയായിരുന്നു. 2 പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ലൊരു മാർജിനിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ് ടേബിളിൽ 3rd പൊസിഷനിൽ വരെ വന്നിട്ടുണ്ടാവും. ചെന്നൈക്ക് വേറെ പ്ലാൻസ് ആയിരുന്നു. അതായത് ഞങ്ങൾക്ക് ജയിക്കാനൊന്നും വയ്യ, ഞങ്ങൾ തൂറിത്തോക്ക വേണമെങ്കിൽ. അത് LSGയുടെ ഒപ്പം, അടിവാരം ചാമ്പ്യൻസിന്റെ ഒപ്പം. ഒരു സമയത്ത് കളി കയ്യിലാണ് വിചാരിച്ചു. LSGയുടെ കളി ഞാൻ പേഴ്സണലി കാണാറില്ല, അപ്പൊ എനിക്ക് അറിയില്ല ഇവിടുത്തെ വിക്കറ്റ് എങ്ങനെയാണ്, ഇത്ര റണ്ണ് മതിയോ. പക്ഷെ കമന്റേറ്റർമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു 188, വാട്ട് എ സ്കോർ, ഡീസന്റ് സ്കോർ. ഞാനും വിചാരിച്ചു നമ്മുടെ കയ്യിൽ തന്നെ കളിയുന്നു. ആദ്യത്തെ ഓവർ മുകേഷ് ചൗധരി കുറെ വൈഡ് ഇട്ട് കൊടുത്തു, 15 റണ്ണ് പോയി. സ്റ്റിൽ സ്പെൻസർ ജോൺസന്റെ ഫസ്റ്റ് ഓവർ, സെക്കൻഡ് ഓവർ കിഡുവായിരുന്നു. അപ്പ വന്താച്ച് തലവരെ കമ്പോജി അണ്ണൻ. യൂഷ്വലി ഒരു ബോളിൽ 6 അടിച്ചു വെച്ചാ അടുപ്പിച്ച് 2 ബോൾ ബൗണ്ടറി പോയ ഏതൊരു ബൗളറും ലെങ്ത് മാറ്റി. അണ്ണൻ ഹാഫ് പിച്ചേഴ്സ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. അടുപ്പിച്ച് 4 6 ആണ് രണ്ടാമത്തെ ഓവറിൽ പോയത്. അപ്പൊ ആദ്യത്തെ ഓവർ നന്നായി എറിഞ്ഞോ? ഒരിക്കലും ഇല്ല. ആദ്യത്തെ 3 ബോൾ അടുപ്പിച്ച് ബൗണ്ടറി ആയിരുന്നു ഫസ്റ്റ് ഓവറിന്റെ. ആ ഓവറിൽ ഇനി റണ്ണ് പോണ്ടാണ്. ഒരു 4 അറിയാതെ കാലിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് പോയിട്ട് ഡോട്ടായി. അടുത്ത ബോളിൽ വീണ്ടും 4. അവസാനം കമ്പോജ് എണ്ണം വന്നപ്പോ പൂരൻ അടുപ്പിച്ച് 3 4 6 പൂശി വിട്ടിരിക്കുന്നത്. പൂരൻ, ഫോമിലാവാത്ത പൂരൻ. അയ്യോ, ആ കമ്പോജിന്റെ ആദ്യത്തെ ഓവറിൽ തന്നെ കളി അവരുടെ കയ്പ്. അത്രയും നേരം മിച്ചൽ മാഷ് കുറച്ച് സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാമ്പോജി അണ്ണം വന്നിട്ട് എന്നാ LSG ജയിച്ചോ, ഗോയങ്ക മൊയിലാളി എടുക്കാ പറഞ്ഞു അടുത്ത സീസണിൽ. ഇപ്പൊ പറയും ഇനിയുള്ള 2 കളി ഉണ്ടല്ലോ, 2 കളി ജയിച്ചാൽ ഇങ്ങോട്ട് കേറി ചെന്നു കൊടുക്കുക. SRHന്റെ അടുത്ത് GT അടിച്ച് തൂറ്റിച്ചു വിടും അവര്. ഇത് ഒരു ഈസി ഗെയിം ആയിരുന്നു, വെള്ളേപ്പം പോലത്തെ ഈസി സാധനമായിരുന്നു. കഴിഞ്ഞ കളി LSG ഞങ്ങളെ ചപ്പാക്കിൽ തോപ്പിച്ചതാണ്. LSG ഒക്കെ എളുപ്പമാണ് പറഞ്ഞിട്ട് ബാറ്റിങ്ങിന് ഇറങ്ങി. ചെന്നൈക്ക് ഇപ്പോഴും പ്രശ്നമുള്ള സാധനമാണ് ഓപ്പണിങ്ങും ഫിനിഷിങ്ങും. ഓപ്പണിംഗ് സഞ്ജു സാംസൺ ആൻഡ് ഋതുരാജ്. സാംസൺ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ കളിയും കളിക്കുന്നത് ദൈവോ കറുപ്പ് സാമിയോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സാംസൺ ഒക്കെ കളിക്കുന്ന ലിമിറ്റേഷൻ ഉണ്ട്. എത്ര കളി കളിക്കുന്ന പിന്നെ അങ്ങേര് ഒറ്റയ്ക്ക് മതിയല്ലോ ടീമില്. സഞ്ജു ക്ലിക്ക് ആയില്ലെങ്കിൽ ഒക്കെ പോയി. CSK 6 ഓവറിൽ മാക്സിമം എടുക്കുന്ന റണ്ണ് കണ്ടിട്ടുണ്ട് 60. അത് മാക്സിമം ആണ്, മിനിമം അല്ല, മാക്സിമം. ഇന്നത്തെ കാലത്ത് 6 ഓവറിൽ 100 അടിക്കുന്ന ടീംസ് ഉള്ള, അപ്പൊ 6 ഓവർ 36. പിന്നെ എങ്ങനെ ക്ലച്ച് പിടിക്കാനാണ്? എല്ലാ ടീമിലും നോക്കിയാലും അല്ലെങ്കിൽ CSKയുടെ ഇത്രയും കാലം നോക്കിയാലും ഫോറിൻ ഓപ്പണേഴ്സ് ഉണ്ടാവും. ഈ സീസണിൽ മാത്രം എന്ത് പുഴുങ്ങാനാണ് ഈ 2 എണ്ണത്തിന് നമ്പിയിരിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. മറ്റേ മാത്യു ഹൈഡൻ കളിച്ച ഫ്രാഞ്ചൈസ് ആണ്. ഡ്യൂപ്ലസിസ്, വാട്സൺ, സ്മിത്ത്, മെക്കല്ലം, ഒരുവിധം എല്ലാ സീസണിലും, ഈവൻ മുമ്പ് മറ്റേ കപ്പടിച്ച സീസണിൽ വരെ കോൺവേയും റച്ചിൻ രവീന്ദ്രയൊക്കെ ഉണ്ടായിരുന്നു. കോൺവേ ഒക്കെ കുറച്ച് സ്ലോ ആണ്, റച്ചിൻ രവീന്ദ്ര സ്ലോ ആണ്, പക്ഷെ ഉണ്ടായിരുന്നു. ഫോറിൻ ഓപ്പണേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഋതുരാജ് ആണെന്നൊന്നും ഈ അടുത്ത കാലത്ത് ഗതി പിടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. സാംസൺ പോയി, അപ്പോഴേക്ക് ഒരുത്തന്നെ അവിടെ തുണ്ടെടുത്ത് കാണിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഋതുരാജ് പോയി തുണ്ടെടുത്ത് കാണിക്കുക. അവനെ തുണ്ടെടുത്ത് കാണിക്കുക, അവന്റെ വെറുപ്പീര് അതിലേറെ. കഴിഞ്ഞ കളിയില് 6 കിങ് എന്ന് അറിയപ്പെടുന്ന ഉറുൽ പട്ടേൽ ഇന്ന് അട്ടർ ഫ്ലോപ്പ്. ഒരു സമയത്ത് അട്ടപ്പട്ടെല്ലാം മൂഞ്ചി വണ്ട് നിൽക്കുന്ന സമയത്ത് ബ്രെവിസിന്റെയും കാർത്തിക് ശർമ്മയുടെയും ഒരു പാർട്ട്ണർഷിപ്പാണ് പിന്നെ ഒന്ന് കരകയറ്റി വിട്ടത്. ബ്രെവിസ് അത്യാവശ്യം ഫോം ആയി എന്ന് തോന്നിപ്പിച്ചു, 2 6 ഒക്കെ അടിച്ച് അണ്ണം പോയി. കാർത്തിക് ശർമ്മ കിടുവായിരുന്നു. കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ നല്ലോണം ട്രോൾ ചെയ്യുന്നുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആള് അടിപൊളിയായിട്ടാണ് കളിച്ചത്. തങ്കക്കൊടം അതും കൂടി ഇല്ലെങ്കിൽ 100 റൺ ഓൾ ഔട്ട് ആയിട്ടുണ്ടാവും. കാർത്തിക് ശർമ്മ ചെന്നൈക്ക് ഭയങ്കര അപ്പർ ഹാൻഡ് കൊടുത്താണ്. ഓൾമോസ്റ്റ് 16-17 ഓവേഴ്സിൽ 155 ഒക്കെ എത്തി. സുഖായി 200 അടിക്കും വിചാരിച്ചപ്പോ കാർത്തിക് ശർമ്മ ഔട്ടായി. എന്നാ അപ്പൊ ഒരു 2 മുതലിനെ കെട്ടിയെടുത്തു. അപ്പൊ പ്രശാന്ത് വീറിനെ ഇന്നത്തെ കളിയിൽ ടീമിൽ എടുക്കാൻ കാരണം ഇത് അവന്റെ ഹോം ഗ്രൗണ്ട് ആണ്. ഇത്ര 13 റണ്ണ് 10 ബോളിൽ എടുക്കാനാണ് പുഴുങ്ങി വിട്ടത്. ശരി, ഇപ്പൊ പറയും പിച്ച് ഇറ്റ്സ് ആക്ച്വലി ടഫ്, കണ്ടീഷൻസ് ടഫാണ്. ഇവന്മാര് അടിക്കുമ്പോ മാത്രം എന്തല്ലേ പിച്ച് രണ്ടാമത്തെ കെട്ടിയിട്ട് വന്ന പോയിട്ട് ഇല്ലല്ലോ. അവിടെ ഇംഗ്ലീഷും മിച്ചൽ മാഷും കൂടെ അടിച്ച് അടിക്കാണ്. മിച്ചൽ മാഷിന്റെ ബാറ്റിൽ നിന്ന് പോണ
ബോളൊക്കെ അല്ല ബാറ്റ് തട്ടിപ്പോളെ ബോളൊക്കെ മറ്റേ റോക്കറ്റ് സ്പീഡിലാ പോണ്. ഇവന്മാരെ അടിച്ചാലോ ഉരുണ്ട് ബൗണ്ടറി എത്തൂല്ല. ആകാശ് സിംഗ് കിഡുമായിട്ടാണ് ബോൾ ചെയ്തത്. സാംസൺ കംപ്ലീറ്റ്ലി ബീറ്റനായി, ഋതുരാജ് ബീറ്റനായി, ഉർവിൽ പട്ടേൽ ബീറ്റനായി. പിന്നെ 17ാമത്തെ ഓവറിൽ ദൂബയും പ്രശാന്ത് വീറും വന്നിട്ട് ഇവന്മാര് ലാസ്റ്റ് ഓവർ ദൂബെ അടിച്ചു, ഇല്ല എന്നൊന്നും പറയില്ല, ദാറ്റ് വാസ് നൈസ്. 17ാമത്തെ 18ാമത്തെ ഓവറിൽ മാക്സിമം 2 ഓവർ കൂട്ടിപ്പോയ 10 റൺ കിട്ടിയിട്ടുണ്ട്. ഒരു ഓവർ 4 റൺ എന്തൊക്കെയാണ് മയങ്ക് യാദവിന്റെ ഓവർ എടുത്തിരിക്കുന്നത്. അതേപോലെ പ്രോപ്പർ ആയിട്ട് ഫിനിഷർ ഇല്ല, അടിക്കാനുള്ള ഒരു ഇന്റന്റ് ഇല്ല. പിന്നെ എങ്ങനെ ഗതി പിടിക്കാനാണ്? യൂഷ്വലി നമുക്ക് ബ്രേക്ക് ത്രൂ വേണം, അല്ലെങ്കിൽ വിക്കറ്റ് പോകണില്ല, ഓവർടനെ കൊണ്ടുവരാം. ഓവർടൻ ഇല്ല, ഓവർടന് വരെ ഏതോ കാടിനെയോ കുന്നിനെയോ ഏതിനൊക്കെ എടുത്തിട്ടുണ്ട്. ഫോറസ്റ്ററാ എവിടെ? മറ്റേ രാമകൃഷ്ണ ഗോഡ്സിന് പകരം വേറെ ഏതോ പ്ലെയർ എടുത്തിട്ടുണ്ട്. എവിടെ? ഇവരൊക്കെ എടുക്കൽ എന്തിനാണ്? ബെഞ്ചിൽ നിർത്തിയിരുത്തി വെയിൽ ഒളിക്കാനാ? ഇത് തേങ്ങ ഉണക്കാൻ വെക്കാനാ? സ്പെൻസർ ജോൺസൺ മറ്റേ സമദിന്റെ ഒരു വിക്കറ്റ് എടുത്തു. കിട്ടു ബോളായിരുന്നു കേട്ടോ. ഇനി അടുത്ത 2 കളി തോറ്റാലും തോറ്റ് തൂറിയാലും സ്പെൻസർ ജോൺസൺ ഇറക്കൊന്നു. മാക്സിമം സ്പെൻസർ ജോൺസൺ എനിക്ക് കൊണ്ട് മിഡിൽ ഓവേഴ്സ് കൊടുത്തതിന് വെച്ചാൽ ആൾ അടിപൊളിയായിരിക്കും. പിന്നെ മിച്ചൽ മാഷും ഇംഗ്ലീഷൊക്കെ അഴിച്ചു വിട്ട കാളെ പോലെയാണ്. ആര് ഇട്ട് കൊടുത്താലും ഒന്ന് ഫോം ആയി കഴിഞ്ഞാൽ അടിച്ചു തൂറ്റിക്കലായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. സിമ്പിൾ ആയിട്ട് പ്ലേ ഓഫിൽ കയറാനുള്ള ചാൻസ് ആണ് ഇന്ന് കൊണ്ട് തൊലച്ചത്. ഒന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു മറ്റേ മാറ്റ് ഹെൻറിയെ ഇന്ന് മറ്റേ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കൊണ്ടുവന്നെന്ന് വെച്ചാൽ ഒന്നും കൂടി നന്നാവുമായിരുന്നു. ഇവിടെ എത്ര ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സ്? ഗുർജപ്പനീത്, സ്പെൻസർ ജോൺസൺ, മറ്റേ മുകേഷ് ചൗധരി, സ്പിന്നേഴ്സ് നോക്കുമ്പോൾ നൂർ അഹമ്മദ്, പ്രശാന്ത് വീർ, ആ ഒരു റൈറ്റ് ഹാൻഡ് ബോളർ മാത്രമേ ഉള്ളൂ. മാറ്റ് ഹെൻറി വന്നിട്ട് വെച്ചാൽ ചിലപ്പോ ആ പവർ പ്ലേയിൽ 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന്, 2 എണ്ണത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ആ മിച്ചൽ മാഷോ ഇംഗ്ലീഷോ പോയിട്ടുണ്ടെങ്കിൽ അട്ടപ്പട്ടെല്ലാം ചീട്ട് കൊട്ടാരം പോലെ വീണുണ്ടാവും. പക്ഷെ എവിടെ പോണ്? അതും പൂരണ്ട ദാനംകാരനോട് വിക്കറ്റ് പോയത്. മറ്റേ ഇംഗ്ലീഷ് പോയ സമയത്ത് തൊട്ടടുത്ത ബോളിൽ തന്നെ അണ്ണം വന്നിട്ട് മറ്റവനെ റൺഔട്ട് ആക്കി വിട്ടു. അതുകൊണ്ടാണ് മിച്ചൽ മാച്ച് പോയത്. ഇതിൽ കളി എപ്പോ തീർന്നുണ്ടാവും? അയ്യോ, ചെന്നൈക്ക് ഒരു പ്രോപ്പർ ഫിനിഷർ അത്യാവശ്യമാണ് പവർ പ്ലേയിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ഋതു മൂട്ടിയിട്ടാണ് കളിക്കുന്നത് തന്നെ. ആ ഋതു ഒന്ന് 1 ഡൗൺ ഇറങ്ങി കളിച്ചിട്ട് ഊർവിൽ പട്ടേൽ കുറച്ച് നേരത്തെ ഓപ്പണിംഗ് ഇറങ്ങിയിട്ട് വെച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവില്ല. എവിടെ ഈ ചങ്ങായി പറഞ്ഞാലും കേൾക്കൂല. പിന്നെ ബ്രവിസിന്റെ പൊസിഷൻ 3ാമത് എന്താണ്, അതിനെ കൊണ്ടിട്ട് എവിടെ ഇറക്കി വിടുന്നത്? പിന്നെ എങ്ങനെ കളിക്കാനാണ്? എല്ലാവരും പൊസിഷൻ മാറ്റിയിട്ട് ഫിനിഷർ ഇല്ലെങ്കിൽ കണ്ണിക്കണ്ടവനൊക്കെ തോന്നിയ പോലെ ഇറക്കി വിടും. ആ അക്കേൽ ഹുസൈനില്ല, അടിപൊളി ബാറ്റ് ചെയ്യില്ലേ ശരിക്കും? ആ അക്കേൽ ഹുസൈനൊക്കെ എടുത്തൂടെ? ശരി, ഇന്ന് സ്പിന്നേഴ്സിന് അടി കിട്ടി, ഓക്കെ. അല്ലാതെ ഫാസ്റ്റ് ബോളേഴ്സിന് പിന്നെ അടി കിട്ടിയിട്ടേ ഇല്ല. ഒരു 3G കളി. ഈ സീസൺ കഴിഞ്ഞു. അടുത്ത സീസൺ വേണമെങ്കിൽ നോക്കാം. അത്ര തന്നെ പറയാനില്ല. SRHന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ആ 2 ഓപ്പണേഴ്സ് അടിച്ചു തോറ്റിക്കും. ഗുജറാത്തിന്റെ കാര്യം പിന്നെ അറിയണില്ല, അവരുടെ ഹോം ഗ്രൗണ്ടിലാണ്. വറയ്ക്കും, ഏത് ടീം അവിടെ പോയാലും വറയ്ക്കും. പിന്നെയാണ് അലുക്കും തൊങ്ങലും കൊണ്ട് പോണത്. അയ്യേ, നാണക്കേട്, ഒന്നും പറയാനില്ല. സോ ഭാഗ്യത്തിന്റെ വര തലയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ കയറും, ഇല്ലെങ്കിൽ അടുത്ത സീസണിൽ കാണാം. ടു മീ പേഴ്സണലി ഇന്ന് ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. ബോളിംഗ് ഇത്രയും ഷോക്കാവുമെന്ന് വിചാരിച്ചില്ല. അടുത്ത കളിയിൽ വരാം.